ബാലൻ ഒരേ സമയം അഭിമാനവും അതേസമയം ചെറിയ നിരാശയും സമ്മാനിച്ച ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു ബാലൻ. തങ്ങൾക്കിടയിൽ വേറെ ആൾക്കാർക്കോ ബന്ധങ്ങൾക്കോ സ്ഥാനമില്ലാത്ത പല ദേശങ്ങളിൽ, പല ജോലികളിൽ, പല പേരുകളിൽ കഴിഞ്ഞുകൂടിയ ഒരു ബാലന്റെയും ഒരു അമ്മയുടെയും ആത്മബന്ധത്തിന്റെ കഥ പറയുന്ന ബാലൻ എന്നിലെ സിനിമാ പ്രേമിയെ പൂർണ്ണമായി സംതൃപ്തി നൽകിയ ഒരു സിനിമാനുഭവമായിരുന്നു. സിനിമ തുടങ്ങിയത് തൊട്ട് ഒട്ടും ലാഗടിപ്പിക്കാതെ അടുത്തത് എന്ത് എന്ന ആകാംക്ഷ നിലനിർത്താൻ സിനിമക്കായി ജിത്തു മാധവന്റെ ഗംഭീര എഴുത്തിനെ മികച്ച സംവിധാനത്തിലൂടെ ചിദംബരം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ എടുത്തു പറയേണ്ടത് ഷൈജു കാലത്തിന്റെ ക്യാമറ വർക്കും വിവേക് ഹർഷന്റെ എഡിറ്റിംഗും സുഷിന്റെ ഗംഭീര മ്യൂസിക്കുമാണ്. അഭിനേതാക്കളെല്ലാം അവരവരുടെ ഭാഗങ്ങൾ നന്നായി ചെയ്തെങ്കിലും എന്നെ ഞെട്ടിച്ചത് ഗംഭീര പെർഫോമൻസുമായി വന്ന ആദിശേഷൻ അമ്മയെ അഭിനയിച്ച ഫർസാനെയാണ്. പിന്നെ അമ്മാമ കലക്കി എന്നെ നിരാശപ്പെടുത്തിയത് സിനിമയുടെ ട്രെയിലറായി. 2026 ഞാൻ ഒരു തീരുമാനം എടുത്തു. ഇനി അങ്ങോട്ട് ഒരു സിനിമയുടെയും ട്രെയിലറോ ടീസറോ ഞാൻ കാണില്ല. അതുകൊണ്ട് തന്നെ ബാല കഥാഗതിയും ഇടയ്ക്ക് വരുന്ന ക്യാരക്ടേഴ്സ് പോസ്റ്റർ മാത്രം കണ്ട് എനിക്ക് കിട്ടിയത് ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമ കണ്ടതിന് ശേഷം ട്രെയിലർ കണ്ട ഞാൻ ആലോചിച്ചത് എനിക്ക് കിട്ടിയ ഈ എക്സ്പീരിയൻസ് ഒരിക്കലും ട്രെയിലർ കണ്ട് സിനിമ കണ്ട ഒരാൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ട്രെയിലർ കണ്ട ഒരാൾ തീർച്ചയായിട്ടും വിചാരിക്കുക ഇതൊരു സീറ്റ് അടിച്ച് ത്രില്ലർ പടമായിരിക്കും എന്നാണ്. മാത്രവുമല്ല ഈ പടത്തിന്റെ മൂഡും ക്യാമിയോ ക്യാരക്ടേഴ്സും എല്ലാം ഈ പടത്തിന്റെ ട്രെയിലർ തന്നെ റിവീൽ ചെയ്തിരുന്നു. ഒരു പക്ഷേ ലാഗ് എന്ന രീതിയിലുള്ള റിവ്യൂസിലോട്ട് എത്താൻ ഇതിന് ട്രെയിലറും കാരണമായിട്ടുണ്ട്. എന്നിരുന്നാലും ധൈര്യമായി ടിക്കറ്റ് എടുത്തോളും. ഈ അത്ഭുത ബാലൻ മലയാളികൾക്ക് ഒരു അഭിമാനമാണ്. ചിദംബരം നമുക്ക് മുമ്പിൽ അവതരിച്ച്